ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നൊരു ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഏകദേശം ഒരു 7 മണി ആ ടൈം വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ പുറത്തുപോയ വീഡിയോയും കുറച്ച് കുക്കിങ്ങിൻ്റെ വീഡിയോ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ചിക്കൻ കടുമ്പിൻ്റെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ കടുമ്പാണ്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. അപ്പം ഇത് പുഴുങ്ങലരിയാണ് കേട്ടോ. നമ്മൾ റേഷൻ അരിയിലെ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആ അരിയാണ് കേട്ടോ. ആ അരി കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്. ഇത് ഞാൻ നേരത്തെ അരച്ച് വെക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം ചിക്കൻ കടുമ്പാക്കുന്നതിന് മുമ്പേ എല്ലാം സെറ്റാക്കി വെക്കാൻ വിചാരിച്ച്. അപ്പം കുളിക്കുന്നതിന് മുമ്പേ നേരത്തെ വന്നിട്ട് ഇതൊന്ന് അരച്ച് വെക്കാൻ വിചാരിച്ചേട്ടാ. അരച്ചിട്ട് അവിടെ സെറ്റാക്കി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ വലിയ ജീരകവും ചെറിയ ജീരകവും അരമുറി തേങ്ങയും ഒരു സവാളയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള സവാളയും വലിയ ജീരകം അത്യാവശ്യം നല്ലോണം തന്നെ വേണം കേട്ടോ. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. അരമുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ അരി എടുത്തിട്ടുണ്ട് അതിനേട്ടാ. അപ്പം ഇതിൽ കുറച്ച് വേണമെന്നുള്ളവർ കുറച്ച് എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങേൻ്റെ അളവൊന്നും കുറക്കണ്ട കേട്ടോ. കുറച്ച് അരി എടുത്താലും തേങ്ങേൻ്റെ അളവ് കുറയ്ക്കൊന്നും വേണ്ട. തേങ്ങ ഇട്ടത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ജീരകത്തിൻ്റെ അളവാണെങ്കിൽ കുറച്ച് അരി ഇടുമ്പോൾ അപ്പം എല്ലാം ഇട്ടത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ആക്കേണ്ടത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ചിക്കൻ കറി ആക്കണം. അപ്പോൾ അരിയെല്ലാം അരച്ചിട്ട് ഞാൻ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിക്ക് വേണ്ട സവാളയും തക്കാളിയും അങ്ങനെയൊക്കെ നേരത്തെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചാൽ നമുക്ക് ആ കറിയും അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് സവാള അരിയാനും അങ്ങനെയൊക്കെ പോയാൽ നടക്കൂല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് അതിന് ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പം കുറച്ച് സഹായിക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളിയെല്ലാം അരിയുന്നുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നല്ല വൃത്തി ക്ലീനാക്കി നല്ല സ്പീഡിൽ അരിഞ്ഞു തരും കേട്ടോ. ആ ടൈമിൽ ഞാൻ കുറച്ച് കറിക്ക് വേണ്ട തേങ്ങ ചേർക്കുന്നുണ്ട്. അപ്പം വറുത്തരച്ചിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അപ്പം നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ചിക്കൻ കടുമ്പ് എന്ന് പറയുന്നത്. ചിക്കൻ കടുമ്പ് എന്നാണ് നമ്മൾ പറയൽ. ഓരോരാളെടുക്ക ആണപ്പത്തിൽ എന്നെല്ലാം പറയും. അപ്പം നമ്മൾ മുമ്പേ ചിക്കൻ കടുമ്പ് എന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ ആണപ്പത്തിൽ എന്നെല്ലാം കേട്ടോ പറയൽ. അപ്പം ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പം ഞാനിവിടെ 1 തേങ്ങ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലോണം കറിയാക്കുന്നുണ്ട്. അപ്പം ഇത് അത്യാവശ്യം നല്ലോണം കറിയാക്കിയാൽ പിന്നീടുള്ള ഉപയോഗം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആ ടൈമിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പം തേങ്ങയൊക്കെ നല്ല വറുത്തെടുത്തിട്ട് ആ തേങ്ങയെല്ലാം വറുത്ത് അരച്ച കറിയിൽ ഈ കടുമ്പിട്ടിട്ട് ആക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിൽ ഞാൻ വേറൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വറുത്തരക്കുന്ന തേങ്ങയിൽ എപ്പോഴും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിക്കോട്ടെ. നല്ല മണമായിരിക്കും. അപ്പം സാമ്പാറെല്ലാം വെക്കുമ്പോൾ ഈ തേങ്ങയിൽ കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുത്താൽ ആ സാമ്പാറിനെല്ലാം നല്ലൊരു കളർ കിട്ടും കേട്ടോ. അപ്പം ഇതിൽ വേണ്ട കേട്ടോ, ചിക്കൻ കറിയിൽ വേണ്ട. സാമ്പാറെല്ലാം വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം തേങ്ങയെല്ലാം വറുത്തിട്ട് അരച്ചിട്ട് ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകെല്ലാം ചതച്ചതും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ട ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 3 വലിയ സവാള തന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് വേണ്ട. കുറച്ച് സവാള ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഒന്ന് മുരിയിച്ചിടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ. എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മക്കൾക്കായാലും ഉമ്മക്കായാലും എനിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാക്കുമ്പം അത്യാവശ്യം ഞാൻ നല്ലോണം തന്നെ ആക്കും കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് പണിയോട്ട ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ ആക്കുമ്പോൾ നല്ലോണം അത്യാവശ്യം നല്ലോണം തന്നെ ആക്കിയാൽ നമുക്ക് രാവിലെയും
പിന്നെ രാവിലെ കത്തലിഞ്ഞു പിന്നെ രാത്രിയും കഴിക്കാട്ട. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്തേക്കും കൂടിയിട്ടാണ് കേട്ടോ ആക്കുന്നത്. മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഇതാക്കി വെച്ചാൽ മക്കൾക്ക് ഉച്ചക്ക് പിന്നെ വൈകുന്നേരം ചായൻ്റെ സമയം കൊടുക്കാനുമായി പിന്നെ രാത്രിയിലേക്കുമായി കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിന്. ഏകദേശം 2 തക്കാളിയോളം ഞാൻ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് കേട്ടോ. ഞാൻ വെള്ളക്കാന്താരി ചതച്ചതാണ് ഇതിലിട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമുളക് മാറുന്നത് വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നല്ല പണിയുണ്ടായാലും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമ്മൾ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പം കുറേ ആളുണ്ടാവില്ലേ. അപ്പം നമ്മൾ കുറേ ആളായിട്ടാണ് എന്നിട്ടുണ്ടായിന് ആദ്യമെല്ലാം. അപ്പം ഇങ്ങനെ നല്ലോണം ആക്കിയും നല്ല രസമാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. അടുപ്പിൽ വെക്കലും നല്ലോണം ആക്കലും എല്ലാവരും കൂടി ഒരുമിച്ചാക്കലും അങ്ങനെയെല്ലാം ആയിട്ട് നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഇത് ബീഫിലും ആക്കലുണ്ട് കേട്ടോ. ബീഫിലും ആക്കും ചിക്കനിലും ആക്കും. രണ്ടും രണ്ട് ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. ചിക്കനിലും വേറൊരു ടേസ്റ്റ് വരും, ബീഫിലും വേറൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ 1/2 ടീസ്പൂണോളം പിന്നെ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 2.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മുളകെല്ലാം നമ്മൾ പ്രത്യേകിച്ച് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. വറുത്തയച്ച കറിയാക്കാൻ ചിക്കൻ കറിയാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. അപ്പോൾ ഞാനാക്കുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം വിചാരിച്ച്. അപ്പോൾ ഈ പൊടികളെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നോട് പിന്നെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിന് ഇട്ടാന്നും അപ്പോൾ എന്നെല്ലാം കുറച്ച് കൂടുതലുണ്ട് ഒഴിവാക്കണമെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ശ്രമിക്കും, അത് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അത് കുറക്കാൻ വേണ്ടിയിട്ട് അത് വർത്താനം പറയുമ്പോൾ അറിയാണ്ടായി പോകുന്നതാണ്. പിന്നെ അപ്പം അങ്ങനെ എന്തെങ്കിലും തെറ്റും പോരായ്മകളെല്ലാം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തിരുത്താൻ ശ്രമിക്കും. അപ്പം പിന്നെ അറിയിച്ചതിൽ നല്ല ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പം ഇത് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാലും വർത്തമാനത്തിൽ ആയിപ്പോകുന്നുണ്ട്. എന്നാലും ഞാൻ ശ്രമിക്കും കേട്ടോ. അതാ പിന്നെയും ഉണ്ടാവന്ന്. അപ്പം ഇതിലേക്ക് ഞാൻ മല്ലിയിലയും പിന്നെ ചിക്കനും പിന്നെ വെള്ളവും ആഡ് ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ ചിക്കൻ ഞാൻ ചെറുങ്ങനെ മുറിച്ചെടുത്തതാണ് കേട്ടോ. ചെറിയ കറി പീസ് പോലെ ആക്കിയിട്ട് മുറിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ എന്തിപ്പോൾ പിന്നെ ആ ചിക്കൻ കടുമ്പില്ലേ, ആ കടുമ്പ് ആക്കുമ്പോൾ ഈ ചെറുങ്ങനെ പീസ് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വലിയ പീസിൽ അത് കാണാനൊരു രസം ഉണ്ടാവില്ല. ചെറിയ ചെറിയ പീസാകുമ്പോൾ അങ്ങനെയാണ് കേട്ടോ അതിന് രസം ഉണ്ടായാൽ. നമ്മൾ ബീഫെല്ലാം കട്ട് ചെയ്യില്ല, അപ്പോൾ അതേപോലെയാണ് ചിക്കൻ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒഴിച്ച് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതവിടുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതാ കടുമ്പിന് വേണ്ട ഇതാ ആണപ്പത്തിന് വേണ്ട ഇത് ഉരുട്ടി വെക്കാം കേട്ടോ. അപ്പം നിങ്ങളെടുക്കാലോ എന്നാന്ന് ഇതിന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ ഇവിടെ കടുമ്പ് എന്നാണ് പറയൽ. ഇക്കാൻ്റെ പേർക്കാർ ആണപ്പത്തിൽ നിന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇത്ര അരി എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം. പിന്നെ കുറച്ച് ഞാനവിടെ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പിന്നെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട്. രാവിലെ ഇത് രാവിലത്തേക്ക് ഞാൻ ഇതാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം എനക്കും മക്കൾക്കും ഇത് മതിയാവും കേട്ടോ. ഉമ്മാക്കെല്ലാം ഇത് മതിയാവും രാവിലത്തേക്ക്. അപ്പം ഇക്കാക്ക് പിന്നെ നെയ്പ്പത്തിൽ ഇട്ട് കൊടുക്കാൻ വെച്ചിട്ട് കുറച്ച് ഞാനവിടെ ഈ അരി കുറച്ച് ഞാനവിടെ മാറ്റി വെക്കും കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഉരുട്ടിയിട്ട് നടുക്കൊന്ന് അമർത്തി കൊടുക്കും കേട്ടോ. എൻ്റെ ഉമ്മ ആക്കുന്നുണ്ടെങ്കിൽ പിന്നെ ചെറുങ്ങനെ ആക്കൂല കേട്ടോ. ഞാൻ ഇത്ര വലുപ്പത്തിലൊന്നും ആക്കൂല. അപ്പോൾ ഉമ്മാക്ക് പനിയായതുകൊണ്ട് പിന്നെ അതിനൊന്ന് നിൽക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പം അതിന് പുറത്തേക്കൊന്ന് പോകണം, ഹോസ്പിറ്റലിലേക്ക് പോകണം, ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പണിയെല്ലാം തീർത്ത് വേഗം കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഉമ്മാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടത്. അപ്പം നല്ല പനിയുണ്ടായിന്. ഇവിടെ എല്ലാവർക്കും പനി എന്നിട്ടുണ്ടായിന്. ഓരോരാളായിട്ടേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലും മക്കൾക്കും എനിക്കും എല്ലാവർക്കും പനിയുണ്ടായിന്. അപ്പം ലാസ്റ്റ് വന്നത് ഉമ്മാക്കാണ് കേട്ടോ. ഇപ്പോഴത്തെ പനി വന്നാൽ വേഗം പോകുന്നുമില്ലല്ലോ, വേഗം പോകുന്നുമില്ല. പിന്നെ ഒരു ചുമയും പിടിച്ചാൽ പിന്നെ ആ ചുമ വേഗം പോയി കിട്ടുന്നുമില്ല. പനി വന്നാൽ പനി പോയാലും നല്ല ക്ഷീണമാണ് കേട്ടോ.
അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് പനി വന്നാൽ. അപ്പോൾ നമുക്കെല്ലാം ഉണ്ടായി, നമുക്കെല്ലാം ഇപ്പോൾ മാറി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിന്. അപ്പം അത് കഴിഞ്ഞിട്ട് ഉമ്മാക്ക് വന്നിട്ടുണ്ടായിന്. ഉമ്മാനെ ഇങ്ങനെ കാണിക്കുന്നതന്നെ ഒരു ഡോക്ടറുണ്ട് കേട്ടോ. ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്നിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ വേഗം ഒന്ന് പണി തീർത്തിട്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിച്ച് ടോക്കൺ ബുക്ക് ചെയ്യണം അത്ര കേട്ടോ. വൈകുന്നേരത്തെ ടോക്കനാണ് ബുക്ക് ചെയ്യുന്നത്. അപ്പം ടോക്കൺ വിളിച്ചിട്ട് ബുക്ക് ചെയ്യാൻ വിചാരിച്ച്. അപ്പം ടോക്കൺ ബുക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ആ ഡോക്ടർ ഉണ്ടായിട്ടാട്ടെ 2 ദിവസം ലീവാണ്. പിന്നെ എന്തായാലും കാണിച്ചേ പറ്റും, പനിയല്ലേ. അപ്പോൾ പനി അങ്ങനെ വെച്ചിരിക്കാൻ പാടില്ല വിചാരിച്ചിട്ട് എന്തായാലും കാണിച്ചേ പറ്റുമെന്ന് വിചാരിച്ച് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോക്ടർക്ക് കാണിക്കാൻ വിചാരിച്ച്. അപ്പം നമുക്ക് അത്ര തൃപ്തി ഉണ്ടായിട്ട് എന്താ വെച്ചാൽ ഉമ്മാനെ സ്ഥിരമായിട്ട് കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ടായിന്. ആ ഡോക്ടർക്ക് തന്നെ കാണിക്കാൻ വിചാരിച്ചു. എന്നാലും പിന്നെ പനിയല്ലേ വെച്ചിരിക്കണ്ട വിചാരിച്ചിട്ട് അമ്മ ആ ഡോക്ടറെ തന്നെ കാണിക്കാൻ വിചാരിച്ചേട്ടാ. അപ്പം ഇതാ വേഗം ഒന്ന് ഉരുട്ടിയിട്ട് പിന്നെ ഇതെല്ലാം ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാനിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ചെല്ലാം ഞാൻ ഉരുട്ടി വെച്ചിട്ടുണ്ടായിന്. അപ്പം പിന്നെ അപ്പോഴത്തേക്ക് ഇക്കാക്ക് മീത്ത കുറച്ച് പണിയുണ്ടായിന് കേട്ടോ വാർപ്പിൻ്റെത്തെ. അപ്പം അവിടെ ഇപ്പം മഴയെല്ലാം കഴിഞ്ഞാലേ അപ്പം ഇപ്പുറം ഭാഗം ഒരു മരമുണ്ട്, പൂമരം. അപ്പോൾ അതിൻ്റെ ഇലയെല്ലാം വീണിട്ട് വാർപ്പിൻ്റെതെല്ലാം നല്ല ഇതുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഞാൻ പിന്നെ അധികം ബുദ്ധിമുട്ടിച്ചിട്ട് അപ്പോൾ പിന്നെ ഇതാ നമ്മുടെ ചിക്കൻ കറിയുടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിലേക്ക് ഇനി അരപ്പ് ചേർക്കണം. അപ്പോൾ ചിക്കൻ നല്ലോണം ഒന്ന് വേണ്ട കേട്ടോ. ചിക്കൻ നമുക്ക് അതിലേക്ക് പിന്നെ ഉടയാണ്ട് കിട്ടണമെങ്കിൽ അത്ര വേവണ്ട കേട്ടോ. അപ്പം എനിക്ക് ഉടഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ പരുതൂലല്ലോ, ഇത് പിന്നെ അതിലുണ്ടാവുമ്പോൾ ഇങ്ങനെ തപ്പിയെടുക്കൂലല്ലോ. എന്താ വെച്ചാൽ പിന്നെ ഇങ്ങനെ ഉടഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, എല്ലായിലും പറ്റിയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അരപ്പിട്ടിട്ടുണ്ടായിന്, നേരത്തെ വറുത്ത് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഇത് എല്ലാം ഒന്ന് പിന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുരുമുളക് പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി അത്യാവശ്യം നല്ലോണം തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. കറിക്ക് നമ്മൾ അധികം മസ്റ്റായിട്ട് ഞാൻ കുരുമുളക് പൊടി ഇടും കേട്ടോ. ഏത് കറിക്കായാലും ഞാൻ കുരുമുളക് പൊടി ഇടും. അപ്പോൾ ഇതിന് മസ്റ്റായിട്ട് ഇടേണ്ടതാണ്. കടുമ്പിന് ആ ഒരു നല്ല ടേസ്റ്റും ആ ഒരു കളറെല്ലാം വരണമെങ്കിൽ അത്യാവശ്യം എരിവും വേണം കേട്ടോ പിന്നെ ചിക്കൻ കടുമ്പിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ അടുപ്പിൽ കുറച്ച് തീ കുറവാണ്, പിന്നെ ചെറിയ തീയാണ്. അപ്പോൾ അതിന് ഇങ്ങനെ ആവാൻ വലിയ ടൈമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ നേരത്തെ അപ്പം ഉരുട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അത് ആയിട്ടുണ്ടായിനിടെ, അത് ഇനി മാറ്റിയെടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഉരുട്ടിയിട്ട് 3 ഇലയായിട്ട് ഉരുട്ടിയിട്ട് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി അത് മാറ്റിയെടുത്തിട്ട് വേറെ വെച്ച് കൊടുക്കണം. ഞാനിങ്ങനെ പിന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ടിരുന്നതാണ്. ചൂട് തണിയാനൊന്നും ടൈം ഉണ്ടായിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ക്ഷമയുമില്ല കേട്ടോ. ചൂട് തണിഞ്ഞിട്ട് ഇതാകുമ്പോഴത്തേക്കൊന്നും എനിക്ക് വലിയ ക്ഷമയൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ എടുക്കലാണ്. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ കട്ട കെട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇത് വെന്തിട്ടാട്ടാ എന്തോ ഒന്ന് വേവാത്തതുകൊണ്ട് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിന്. അതും കൂടെ ഒന്ന് വേവട്ടി വെച്ച്. അപ്പോൾ രണ്ടാമത്തെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് അത്യാവശ്യം കുറച്ച് പണിയാണ്. എന്നാൽ അന്നേരം തന്നെ കുറച്ച് അത്യാവശ്യം നല്ലോണം തന്നെ ഞാൻ ആക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം പിന്നെ ഇങ്ങനെ ഈ അപ്പം ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നല്ല വേർതിരിഞ്ഞ് കിട്ടൂല കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാം ഒട്ടിപ്പിടിച്ചിട്ടാണ് കിട്ടൽ. അപ്പം ഇതിന് ഈ ഒട്ടിപ്പിടിക്കലും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് പിന്നെ കുടഞ്ഞു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ വെള്ളമാക്കിയിട്ട് ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ തട്ടി കൊടുക്കുമ്പോൾ തന്നെ എല്ലാം വേർതിരിഞ്ഞ് വരും. അപ്പോഴത്തേക്കും നമ്മൾ കറി ഇടായിട്ടുണ്ടായിന് കേട്ടോ. ചിക്കൻ കറി ഇടായിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ പിന്നെ ആക്കാൻ വെച്ച പാത്രം പിന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിന്. ഇനി ഇതിലേക്ക് ഞാൻ കറി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കറിയൊന്നും വേണ്ട കേട്ടോ. ഞാൻ അത്യാവശ്യം നല്ലോണം കറിയാക്കിയിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ ഇത് ഞാൻ ഒരു നേറ്റിയിലാക്കി വെക്കും കേട്ടോ.
ഇത്ര കറിയൊന്നും വേണ്ട. എന്താ വെച്ചാൽ വറുത്തരച്ച കറി അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ആക്കലുണ്ട്. പിന്നെ ഇങ്ങനത്തെ കടുമ്പെല്ലാം ആക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ലോണം തന്നെ കറിയാക്കും കേട്ടോ. എന്താ വെച്ചാൽ കറിയാക്കിയാൽ നമുക്ക് നാളെയും കൂട്ടാം. അപ്പോൾ ഇതാ അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നോക്കുന്നുണ്ട് കേട്ടോ, എത്രത്തോളം വേണ്ടതെന്ന്. എല്ലാം അങ്ങനെ ഒഴിച്ച് കൊടുക്കില്ല, ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അപ്പം ഇട്ട് കൊടുക്കും. എന്നിട്ട് എത്രത്തോളം വേണ്ടതെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതാ നമ്മളെ അപ്പമെല്ലാം പിന്നെ ഇങ്ങനെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ടായിന് കേട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ചും കൂടെ കറി വേണം കേട്ടോ. അപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഒരു അപ്പം കൂടെ ആവുന്നുണ്ട്. അത് ലാസ്റ്റ് ഇതിലേക്ക് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനൊന്നും ഇതില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് അവിടുന്ന് ആട്ടി ലാസ്റ്റ് ഭാഗം തട്ടി കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ലോണം കുറച്ച് കറി ഒഴിച്ചിട്ട് തന്നെ നമുക്കവിടെ വെക്കണം കേട്ടോ. ഈ അപ്പവും കറിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സായി കിട്ടണം കേട്ടോ. അപ്പം അതിൽ കറിയിൽ സെറ്റായി കിട്ടണം, നല്ല കറിയെല്ലാം പിടിക്കണം കേട്ടോ അപ്പത്തിന്. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതവിടുന്ന് ആവട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ഞാൻ നേറ്റി എടുത്തിട്ടുണ്ട്, നല്ലോണം കറി തന്നെയുണ്ട്. അത് ഞാൻ പിന്നെ ഒരു കറി പിന്നെ ഈ നേറ്റിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഇനി നാളത്തേക്ക് പിന്നെ കറിയായി കേട്ടോ. കറിക്ക് ഇനി എന്തെങ്കിലും ഐറ്റംസ് തിന്നാനാക്കിയത് നാളെ രാത്രിയിലേക്ക് കറി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ അപ്പവും പിന്നെ കറിയെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സായി നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കടുമ്പ് പറഞ്ഞാൽ. ഇനി ഇതാ സവാള കുറച്ച് മുരിയിച്ചിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ സവാളേൻ്റെ മണം നല്ലൊരു പിന്നെ ഇതിന് നല്ലൊരു മണമാണ് കേട്ടോ ഈ കടുമ്പിന്. അപ്പോൾ മസ്റ്റായിട്ട് ഇത് ചെയ്താൽ നല്ലൊരു ടേസ്റ്റാണ്. ഇതിനെക്കാട്ടി ടേസ്റ്റ് കൂടും. ഇതാ നമ്മളെ ചിക്കൻ കടുമ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടുമ്പാണ്. അപ്പോഴേക്കും കുറച്ച് ടൈം ആകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ കൗണ്ടർ ടോപ്പ് അതെല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്, പാത്രമെല്ലാം കഴുകിയിട്ട് വെക്കണം. അപ്പോഴേക്കും മക്കൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേഗം ഒന്ന് വിളമ്പി കൊടുത്തിട്ട് അവിടെയെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ അവർ കഴിച്ചോട്ട് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ തന്നെ ആക്കിയതാണ് കേട്ടോ ഇത്. അവർ കഴിച്ചോട്ട് ചൂടോടെ തന്നെ വൈകുന്നേരം വന്നാൽ കഴിച്ചോട്ട് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രി അവർക്ക് അങ്ങനെ വെലിങ്ങനെ ഒന്നും കഴിക്കാൻ വേണ്ട കേട്ടോ. അപ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ടാണ് അവർക്ക് ഇങ്ങനെ കഴിക്കാൻ കൊടുത്താൽ രാത്രി അങ്ങനെ വെലിങ്ങനൊന്നും അവർ കഴിക്കൂല. അപ്പോൾ രാത്രി വേഗം ഉറങ്ങലും അങ്ങനെയല്ലാന്ന് കേട്ടോ. പഠിച്ചതിന് ശേഷം വേഗം ഉറങ്ങലാന്ന്. അപ്പോൾ അത് ഞാൻ കൊടുത്തതിന് ശേഷം ഇതൊക്കെ പിന്നെ വാർപ്പിൻ്റെ മീതെ കയറിയിട്ട് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആർപ്പറ്റോസിലല്ല അത്യാവശ്യം പിന്നെ അയല നല്ലോണം വീണിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പം അതിൻ്റെ മീതെ കീഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ആർപ്പറ്റോസിൻ്റെ മീതെ ഇതെങ്ങനെ ക്ലീൻ ആക്കേണ്ടതെന്ന് തിരിയുന്നുണ്ടായിട്ട്. അപ്പോൾ ഇതിൻ്റെ മീത്ത നിന്നാൽ നല്ലൊരു രസമാണ് കേട്ടോ. ഈ വാർപ്പിൻ്റെ മീത്ത നിന്നാൽ നല്ല രസമാണ് വൈകുന്നേരമെല്ലാം. അപ്പം നമ്മൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് പോകല കേട്ടോ. അപ്പോൾ പയ്യന്നൂർ സഭ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പോൾ 6 മണിക്കാണ് കേട്ടോ ടോക്കൺ പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് ടോക്കണാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഏകദേശം ഒരു 5:45 5:40 ആ ടൈം ആകുമ്പോൾ പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മക്കളും ഉണ്ടായിന് കേട്ടോ ഒപ്പരം. ബ്ലോക്കൊന്നും ഉണ്ടായിട്ട കേട്ടോ, അതുകൊണ്ട് വേഗം തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിന്. അത്യാവശ്യം ചെറുങ്ങനെ മഴയും ഉണ്ടായിന് കേട്ടോ. ഇതാ പിന്നെ പയ്യന്നൂർ സഭാ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഏകദേശം എത്താനായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ ടോക്കണെല്ലാം എടുത്തിട്ട് ഇതാ ആടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മളെ ടോക്കന് 16 കേട്ടോ. പിന്നെ അപ്പം അവിടെ പോയത് എന്ന് വെച്ചാൽ 10 പോയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഡോക്ടറെ കാണിച്ച് കഫമുണ്ട് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. ബ്ലഡിൻ്റെ കുറവുണ്ട് എൻ്റെ ഉമ്മക്ക്. അപ്പം ഇങ്ങനെ ബ്ലഡ് കുറവുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിന് ഡോക്ടർ. അപ്പം മരുന്നും വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ച് വരല കേട്ടാ. ഇല്ലെങ്കിൽ പയ്യന്നൂർ പോയാൽ നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാണ്ട് വരലുണ്ടായിട്ടാണ്. അപ്പോൾ ഇന്ന് പിന്നെ
വീട്ടിൽ ഉണ്ടാക്കീനല്ല, പിന്നെ ഫുഡ് ഉണ്ടാക്കീനി, പിന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ കഴിക്കുകയും ചെയ്ത്. എന്നാലും നമുക്കൊരു തൃപ്തിയില്ലാത്തതുകൊണ്ട് മഴയുണ്ടായിന്. അപ്പോൾ ഞാൻ പറഞ്ഞ് ചായക്കടയിൽ കയറാം, നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞിട്ട് ചായക്കടയിൽ കയറിയാന്ന് കേട്ടോ. അപ്പം മക്കൾക്ക് ഷവർമ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിന്. ഞാനും ഉമ്മാവും പിന്നെ പരിപ്പ് വടയും ചായ എന്നിട്ട് കുടിച്ചിട്ടുണ്ടായിന്. നല്ലൊരു പിന്നെ പുറത്തത്തെ പിന്നെ മഴയും വണ്ടി പോകുന്നതും അങ്ങനെയെല്ലാം കണ്ടിട്ട് കുടിക്കാൻ നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചോളായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.